ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. മാത്യു അച്ഛനും ഞാൻ. മാത്യു അച്ഛ വിദേശ മിഷനൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നു. അതിൻ്റെ വിശേഷം ജസ്റ്റൊക്കെ ഒന്ന് പറയണം. ചേട്ടാ, വളരെ സന്തോഷമായിരുന്നു. ഡിസംബർ 10 മുതൽ ജാനുവരി 10 വരെ ഞാൻ ഒമാൻ എന്നൊരു രാജ്യത്ത് ശുശ്രൂഷ ചെയ്യാൻ പോയതായിരുന്നു. അവിടുത്തെ പ്രത്യേകത, ആ രാജ്യം ഒരു വലിയ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വിസ്താരമേറിയ രാജ്യമാണ്, ഏറ്റവും വിസ്തൃതി കൂടിയ രാജ്യമാണ്. അവിടെ 4 കത്തോലിക്ക പള്ളികളാണുള്ളത്. എന്നാൽ ഈ 4 കത്തോലിക്ക പള്ളി, നമുക്കറിയാലോ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയമാണ്. എന്നാൽ ഈ 4 കത്തോലിക്ക പള്ളികൾ കൊണ്ട് ആൾക്കാർക്ക് ഇത് കൂടാൻ പറ്റില്ല. പല ഇന്റീരിയർ സ്റ്റേഷനുകളിലും നമ്മൾ പോയിട്ട് കുർബാന അർപ്പിക്കുന്നു. വീടുകളിലാണ്. അപ്പം ക്രിസ്മസ് 25-ാം തീയതി മെയിൻ പള്ളിയിൽ ആഘോഷിച്ചാലും 26-നും 27-നും ഒക്കെ ആയിരിക്കും മറ്റ് ഇന്റീരിയർ സ്റ്റേഷനുകളിൽ നമ്മൾ ആഘോഷിക്കുക. സത്യത്തിൽ അവിടെ ഒരു വലിയ വിശ്വാസ സാക്ഷ്യം എനിക്ക് കാണാൻ പറ്റി. ഇന്റീരിയർ സ്റ്റേഷനിൽ നമ്മൾ ഓരോ വീടുകളിൽ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിയമാനുസൃതമല്ല യഥാർത്ഥത്തിൽ. അത് അവിടെ അംഗീകാരം കിട്ടിയിട്ടല്ല, പള്ളികളിലെ അംഗീകാരമുള്ളൂ. പള്ളികൾ എന്ന് പറയുന്നതും കത്തോലിക്ക പള്ളി തൊട്ടടുത്ത് ഓർത്തഡോക്സ്, മർത്തോമ, യാക്കോബായ, പ്രൊട്ടസ്റ്റന്റ്, ഇങ്ങനെ എല്ലാം ഒരു കോമ്പൗണ്ടാണ് ഈ പള്ളികൾ. അങ്ങനെയാണ് പള്ളികൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് നിരവധി ഇന്റീരിയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളിലും പോയി അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ കുമ്പസാരിക്കാനായിട്ട് ആൾക്കാർ കാത്തു നിൽക്കുന്നത്. അപ്പോൾ അവിടെ കുമ്പസാരിപ്പിക്കാനും അതിനുശേഷം കുർബാന അർപ്പിക്കാനും രാത്രിയിൽ വളരെ വൈകി തിരിച്ചു വരാനും വൈകുന്നേരങ്ങളിൽ കുർബാന അർപ്പിക്കാൻ സൗകര്യമുള്ള അവിടെ. ഇനി അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസ തീഷ്ണത, ശരിക്കും നമ്മൾ കുർബാനയാണ് അർപ്പിക്കുന്നതെന്ന് അറിയുകയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അധികാരികൾ അറിഞ്ഞ് അവിടെ വന്ന് നമ്മളെ പിടിക്കുകയും ചെയ്താൽ അവരുടെ ജോലി പോലും പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇത് നല്ല വിശേഷം കേൾക്കുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് ഈ ഒരു വിശേഷം തന്നെ നോക്കുന്ന തീർച്ചയായും, അതായത് വിദേശ മിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തി, അവിടെയുള്ള വിശ്വാസികൾ, അവിടെ ശുശ്രൂഷിക്കുന്ന വൈദികര്, അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ അതൊരു നല്ല അനുഭവമായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടത്തേക്കാളും തീവ്രമായിട്ടും തീഷ്ണമായിട്ടും കാറ്റക്കിസവും മറ്റ് ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത് അവിടെയാണ്. അവിടെ രൂപത തിരിഞ്ഞുള്ള എറണാകുളം രൂപതയെന്നോ ചങ്ങനാശ്ശേരി രൂപതയെന്നോ ഇടുക്കി രൂപതയെന്നോ അങ്ങനെയുള്ള രൂപതയിൽ എല്ലാവരും ക്രിസ്ത്യാനികളാണ്. അതിനേക്കാളും വലിയ രസം എന്ന് പറയുന്നത് ലാറ്റിൻ, സീറോ മലബാർ, മലങ്കര തുടങ്ങിയ തിരിവുകളും അവിടെ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും കത്തോലിക്കരേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ സീറോ മലബാർ ആണ്, ലാറ്റിനാണ്, മലങ്കരയാണെന്ന് അറിയാമെങ്കിൽ പോലും സമയമില്ല. അവർക്ക് ഇതിന് സമയമില്ല. അവരെല്ലാം സഭയെ ഒന്നായിട്ട് കാണും. അതായത് ഒരു കുർബാന ലാറ്റിനും ചൊല്ലി ആഴ്ചയിൽ ഒന്നാണ് സീറോ മലബാർ ചൊല്ലുന്നത്. ആഴ്ചയിൽ ഒന്നാണെന്ന് തോന്നുന്നു ഈ മെയിൻ പള്ളിയിലെ മലങ്കരയും ചൊല്ലുന്നത്. അപ്പോൾ ആ സീറോ മലബാർ ലാറ്റിൻ കഴിഞ്ഞാൽ ഉടനെ സീറോ മലബാറിന് വേണ്ടി ആൾക്കാർ ബേമയൊക്കെ തയ്യാറാക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ ബേമ മാറ്റുന്നു. അങ്ങനെയൊക്കെ വളരെ എന്താ പറയുക, വിശ്വാസ തീഷ്ണതയുടെ ഒരു ജീവിതമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് പറഞ്ഞതുകൊണ്ടേ എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്ന ഒരു വിഷയമായിട്ട് തോന്നിയത്, കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഓർത്തഡോക്സ്കാരനായ യുവാവ് എന്നെ ഫോണിൽ വിളിച്ചു. അപ്പം അദ്ദേഹം ഡിവൈനിലോ മറ്റോ പോയി വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനം കൂടിയിട്ടുണ്ട്. പിന്നെ 1-2 മാസം ശുശ്രൂഷ നിന്നിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഇപ്പം വിദേശത്തൊരു രാജ്യത്തെ ജോലിയിലാണ്. ഇങ്ങനെയുള്ള ഈ യാത്രയിൽ അദ്ദേഹം കാത്തലിക് ഫെയ്ത്തുമായിട്ടൊക്കെ കൂടുതൽ ഇടപെട്ടു, മനസ്സിലാക്കി. പിന്നെ ഇപ്പോൾ യൂട്യൂബ് വഴിയൊക്കെ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സൊക്കെ അദ്ദേഹം കേട്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിന് കത്തോലിക്ക സഭ ചേരണം. അദ്ദേഹം ഫാമിലിയായിട്ട് കത്തോലിക്ക സഭ ചേരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലത്തീന്, സീറോ മലബാർ, മലങ്കര ഇങ്ങനെ പലതുണ്ടല്ലോ, ഇതിലേതിലാണ് ചേരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് സഭയിൽ 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഒരാൾ കത്തോലിക്ക സഭയിൽ അംഗമാകുന്നത് ഇതിലേതെങ്കിലും ഒരു വ്യക്തിഗത സഭയിൽ അംഗമായിക്കൊണ്ടാണ്. അല്ല, കത്തോലിക്ക സഭ എന്നുള്ള വ്യക്തിഗത സഭയല്ല, ഈ വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഞാൻ പറഞ്ഞ സഭ മജോറിറ്റി വിശ്വാസികളുള്ളത് 95% മുകളിലുള്ള വിശ്വാസികളുള്ള ലത്തീൻ സഭയിലാണ്. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കേരളത്തിൽ ഒത്തിരി അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായിട്ടുള്ള ഒരാൾ പറഞ്ഞു, ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് വെളിയിൽ നിന്ന് ആരെങ്കിലും സഭയിലേക്ക് ചേരുമ്പോൾ ലത്തീൻ കത്തോലിക്ക സഭയിലാണ് ചേരേണ്ടത് എന്ന് പറഞ്ഞു. അത് ശരിയാണോ? അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നേരിട്ട് സഭയെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ, ഇങ്ങനെയുള്ള ആളുകൂടി അറിയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് അത് കേട്ടപ്പോൾ തൊട്ട് തന്നെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, നമുക്ക് ഈ വിഷയം ഒന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ സന്ദർഭ വിഷയം വന്നുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. നമ്മൾ ലത്തീൻ കത്തോലിക്ക സഭയാണ് വലിയ സഭ, അതെയോ സീറോ മലബാർ സഭയാണ് വലിയ സഭ, മലങ്കര സഭയാണ് വലിയ സഭ? ആൾക്കാർക്ക് സംശയം തോന്നും. പക്ഷേ അതുകൊണ്ട് നമ്മൾ മറ്റേ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ പോലും എനിക്കൊന്ന് ഈ വിഷയങ്ങളിലേക്കൊന്ന് വരുന്നല്ലാന്ന് തോന്നും. അപ്പോൾ ഇതിലേത് സഭയാണ് വലിയ സഭ എന്നുള്ളൊരു ചിന്ത
ഒരുപക്ഷെ ഈ ഒരു റീത്തുകൾക്കുള്ളിലുള്ള ചിലരെങ്കിലും ഈ ചിന്ത കാണുകയും ചെയ്യും. ഞങ്ങളുടെ ആണ് രീതിയിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ലത്തീൻ സഭയിലായിരിക്കുന്നതുകൊണ്ടും മാർപ്പാപ്പ അവിടെ ഉള്ളതുകൊണ്ട് അതാണ് യഥാർത്ഥ എല്ല് സഭ. അപ്പോൾ ഇന്ത്യയിലുള്ള ചിലർ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറോ വിശ്വാസികളായിരിക്കും ഞങ്ങളാണ് വലിയ സഭ. മലങ്കരക്കാരൻ ഉള്ള ആളുകളിൽ ഇതിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനെക്കുറിച്ച് അച്ഛനൊന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള കാരണം ഒമാൻ ചെന്ന് കഴിയുമ്പോൾ കത്തോലിക്കരെ കണ്ടുള്ളൂ, ഈ റീത്ത് ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു ഈ ചോദ്യത്തിന് ഒരു ഡാറ്റ് കൊടുക്കുന്നില്ലാന്ന് തോന്നുന്നു. റീത്ത് ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോഴും ആഴ്ചയിലൊരു സിറോ മലബാർ കുർബാന, ചിലപ്പോൾ തിരുനാളുകളൊക്കെ വരുവാണെങ്കിൽ 2 കുർബാന, അതുപോലെ മലങ്കരക്കാരുടെയും അങ്ങനെ ആഴ്ചയിലുണ്ട് ഓരോ കുർബാനകൾ ഇങ്ങനെ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരിലുള്ള വിഭാഗീയ ചിന്തകളൊന്നും ആർക്കും തന്നെ ഇല്ല. വേദപാഠമെല്ലാം ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ സിറോ മലബാർ വേദപാഠമൊന്നോ മലങ്കര വേദപാഠമൊന്നോ ലാറ്റിൻ വേദപാഠമൊന്നും അല്ല. വേദപാഠ കാറ്റഗിസം ഒക്കെ ഒരുമിച്ചാണ്. അത് പഠിപ്പിക്കുന്നതിലെല്ലാ റീത്തിലെയും ആൾക്കാരും ഉണ്ട്. ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണ് കാഴ്ചപ്പാടെങ്കിൽ തന്നെ ഇവിടെ പലപ്പോഴും അങ്ങനെ കുറച്ച് അസ്വസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ വിചാരിച്ചത്. ഇവിടെ കത്തോലിക്ക സഭയാണ് വലുത്. ലാറ്റിൻ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒറ്റ സഭയാണ്, അത് ഈശോയുടെ സഭയാണ്. അതിനകത്ത് ലാറ്റിൻ ആണോ വലുത്, സീറോ മലബാർ ആണോ വലുത്, മലങ്കരയാണോ വലുതെന്ന് വെച്ചാൽ ഇടത്തെ കണ്ണാണോ വലുത് വലത്തെ കണ്ണാണോ വലുതെന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. കാരണം അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ ഏതാണ് നല്ല സുവിശേഷം, മർക്കോസിന്റെ ആണോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പം ഓരോ എന്താ പറയാ, നമ്മൾ മലബാർ സഭ എന്ന് പറയുന്നത് തോമസ് ലീഹ വന്ന് ഇവിടെ സ്ഥാപിച്ചു. അപ്പോൾ അതിൻ്റെതായ ചില പാരമ്പര്യങ്ങളും ചില ലിറ്റർജികളും പിന്നെ ആ നാടിന്റെ സംസ്കാരവുമായിട്ട് അനുരൂപപ്പെട്ട ഒരു വിശ്വാസ പാരമ്പര്യവും. ലാറ്റിൻ സഭ ലോകം മുഴുവൻ പടർന്നത്. സിറോ മലങ്കര എന്ന് പറയുന്നത് കത്തോലിക്ക സഭയ്ക്ക് പുറത്തായിരുന്ന സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിൽ നിന്നും ഇങ്ങോട്ട് ചേർന്ന് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. അപ്പം കർത്താവിന്റെ മുമ്പിൽ എല്ലാ സഭയും തുല്യ പ്രാധാന്യമുള്ളതാണ്. അതായത് 95% അംഗങ്ങളുള്ള ലത്തീൻ സഭയും അതായത് 1% പോലും വിശ്വാസം ഇല്ലാത്ത മലങ്കര സഭയോ അല്ലെങ്കിൽ മറ്റു വ്യക്തിഗത സഭയോ കർത്താവിന് മുമ്പിൽ തുല്യമാണ്. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് തുല്യതയാണ്. ഇപ്പൊ പുറത്തുനിന്ന് ഒരാള് കത്തോലിക്ക സഭയിലെ ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ ഓർത്തഡോക്സ് വിശ്വാസി ഒരാള് അയാളുടെ ഫാമിലി കത്തോലിക്ക സഭയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഏത് സഭയിലായിരിക്കും ചേരേണ്ടത്? അതിനുള്ള എന്തായിരിക്കും അതിനുള്ള എൻ്റെ അഭിപ്രായത്തില് ഞാൻ പറഞ്ഞ സീറോ മലബാർ വിശ്വാസിയാണ്, ആ സഭയിലെ അംഗമാണ്. പക്ഷെ ഞാൻ ചേർന്ന കപ്പൂച്ചൻ സഭ അതൊരു ലാറ്റിൻ സഭയാണ്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ വികാരിയായിരുന്നത് ഒരു മലങ്കര സഭയിലാണ്. അപ്പോൾ സീറോ മലബാർ കുർബാനയും അറിയാം, ലാറ്റിൻ കുർബാനയും അറിയാം, മലങ്കര കുർബാനയും അറിയാം. ദൈവാനുഗ്രഹം കൊണ്ട് ഈ 3ഉം ചൊല്ലാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഈ ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരവെന്ന് പറയുന്നത്, ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, ദൈവമേ ഞാൻ ഇന്ന വിശ്വാസത്തിലാണ്, ഈ വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നീ തന്നെ ഞാൻ എവിടെയാണ് നീ എന്നെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ആത്മീയ പിതാവ് ഉണ്ടെങ്കിൽ ആ പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഒരു ഗൈഡൻസ് എടുത്ത് ആ ഒരു ദൈവാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് സഭയുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ ഇവിടെ ചേരാനാണോ ദൈവം പ്രേരിപ്പിക്കുന്ന അവിടെ പോവുക. എന്നാലും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ദൈവം അറേഞ്ച് ചെയ്യും. ഈ ഒരു കേസിൽ സംഭവിച്ചത് എന്നോട് അദ്ദേഹം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്നതിൻ്റെ അടുത്ത് ഈ പറഞ്ഞ റീതിയിൽ ഏതാണ്, ലാറ്റിനാണോ സിറോ മലബാറാണോ മലങ്കരയാണുള്ളത്? ഞാൻ പറഞ്ഞു ഞാൻ സിറോ മലബാറാണ്. ഞാനായിരിക്കുന്ന ആ ഒരു റീത്തിൻ്റെ വ്യക്തിഗത സഭയുടെ ആ ഒരു ബന്ധം കൊണ്ടും സ്നേഹം കൊണ്ടും സിറോ മലബാർ ചെയ്ത് നല്ലതാണെന്ന് ഞാൻ പറയും. പക്ഷേ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഏതാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ റീത്ത് ഏതാണുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അടുത്തുള്ള ഇങ്ങോട്ട് പറഞ്ഞു സിറോ മലബാറാണെന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ അടുത്തുള്ളത് തന്നെയാണല്ലോ. പിന്നെ നമ്മുടെ സ്നേഹിതർ ഒരാൾ അവിടെ UK രാജ്യത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കോൺടാക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയേക്കാൾ ഉപരി താനായിരിക്കുന്ന വ്യക്തിഗത സഭയോടുള്ള ഒരു അമിതമായ സ്നേഹം കൊണ്ടോ ഇങ്ങനെ വിശ്വാസികൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് കത്തോലിക്ക സഭയെ സ്നേഹിച്ച് സഭയിൽ കൂടിയുള്ള നന്മ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തടസ്സമായിട്ട് മാറും. സഭയെക്കുറിച്ചുള്ള തെറ്റായ ധാരണ പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒമാനിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടുപോയിട്ടുണ്ട്, ഒമാനിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒമാനിൽ ചെന്ന് കണ്ടെന്ന് പറഞ്ഞ കാര്യം അത് വളരെ മാതൃകപരമായ കാര്യമാണ്. കാരണം പുറത്തുള്ള മറ്റ് മതവിശ്വാസികൾക്കും മറ്റ് സഭാവിശ്വാസികൾക്കും ഒക്കെയും കത്തോലിക്ക സഭയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ റീത്തുകൾ തമ്മിലുള്ള ഐക്യം ഈശ്വര പ്രാർത്ഥന തന്നെയാണല്ലോ. നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരൊന്നായിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഐക്യം വലിയൊരു വലിയ സഹായമായിട്ട് മാറുമല്ലോ.
ഓക്കെ, വേറെ എന്ന് പറഞ്ഞപ്പം ഇത് മാത്രമല്ല, സീറോ മലബാർ സഭയ്ക്കുള്ളിൽ തന്നെ ചില രൂപതക്കാർക്ക് തോന്നുന്നു ഞാൻ മറ്റു രൂപതയെക്കാളും ഞങ്ങൾ ശ്രേഷ്ഠരാണ്, ഞങ്ങളുടെ ആരാധനാ ശൈലിയാണ് കുറച്ചുകൂടെ മെച്ചം. അപ്പോൾ അങ്ങനെ തന്നെ ഈ വലിപ്പ ചെറുപ്പത്തിന്റെ ചിന്ത യഥാർത്ഥത്തിൽ ഈശോയുടെ സ്നേഹത്തിലില്ല. ഈശോയുടെ സ്നേഹത്തിലില്ല എന്നുള്ളതാണ്. ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നു, അവരിലേക്ക് എത്താൻ ഒരു വഴിയായിട്ട് സഭയെ തന്നിരിക്കുന്നു. അപ്പോൾ ഞാനായിരിക്കുന്ന സഭയെ ഞാൻ സ്നേഹിക്കുന്നു. ഓക്കെ, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഞാൻ കപ്പുച്ചിൻ സന്യാസഭയിലെ അംഗമാണ്. എനിക്ക് കപ്പുച്ചിൻ സഭയുടെ അല്പം സ്നേഹം കൂടുതലുണ്ട് സീമായി സഭയെക്കാളും. അത് വേണം, ന്യായമായിട്ട് വേണം. നമ്മുടെ കുടുംബത്തിൽ പിറന്നു, അയൽവക്കത്തെ കുടുംബത്തെക്കാൾ നമ്മുടെ കുടുംബത്തിൽ സ്വാഭാവികമാണ്. ആ സ്വാഭാവിക സ്നേഹത്തിനപ്പുറത്തേക്ക് അതിനോടുള്ള ഒരു അമിതമായ വൈകാരികമായ നമ്മളുള്ള സ്നേഹം കൊണ്ട് മറ്റൊരാളുടെ സ്നേഹം കുറയ്ക്കരുത്. അതാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയാ, ഓരോ സഭയ്ക്കും ആ സഭയുടേതായ തനതാത്മകതയുണ്ട്. അതിൻ്റെ ദൈവശാസ്ത്രത്തിലും ലിറ്റർജിയിലും ഒക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഈ 3 കുർബാനകളും അർപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എന്താ പറയുക, കുർബാന എത്രത്തോളം ഒരുങ്ങി ഞാൻ അർപ്പിച്ചിട്ടുണ്ടോ അത്രത്തോളം അഭിഷേകം വേണ്ട ഓരോ കുർബാനയും എനിക്ക് അർപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. എത്രത്തോളം ഒരുങ്ങാതെ അർപ്പിച്ചിട്ടുണ്ടോ അത്രത്തോളം ശ്രേഷ്ഠത കുറവ് കുർബാനയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം ഏത് കുർബാനയാണ് നല്ലതെന്ന ചോദ്യത്തിനും യാതൊരുവിധ പ്രസക്തിയുമില്ല. നമ്മൾ എത്രത്തോളം ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് ഈശോയാണെന്ന ബോധ്യത്തിൽ നമ്മൾ പോകുന്നതാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, വേറെ വിഷയത്തിൽ ആരംഭിച്ചെങ്കിലും ഒരുപക്ഷെ പരിശുദ്ധാത്മ ഇതിലേക്ക് കൊണ്ട് എത്തിക്കുകയായിരുന്നു. അപ്പോൾ സഭയ്ക്ക് പുറത്തു നിന്ന്, ഇപ്പം ഇതര സഭകളിൽ നിന്നും ഇതര മതങ്ങളിൽ നിന്നും മതവിശ്വാസമില്ലാത്തവരിൽ നമുക്ക് അനേകർ സഭയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആ വരവിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് ഈ സഭയുള്ള ഈ ഒരു വിഘടനമാണ്, അല്ലെങ്കിൽ ഐക്യമില്ലായ്മയാണ്. അതുകൊണ്ട് നമ്മൾ ഈശോയെ സ്നേഹിക്കാനും തിരുസഭയെ വളർത്താൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് സഭയിൽ വിഭാഗീയതയുടെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് പുലർത്തുന്നത് ദൈവേഷ്ടത്തിന് വിരുദ്ധമാണ്, ആ ത്രിത്വിക ആധ്യാത്മിക വിരുദ്ധമാണ്, സഭാഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ള ഒരു നല്ല ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ. ഇനിയിപ്പം വേറൊരു കാര്യം, ഞാൻ സീറോ മലബാർ സഭയിൽ ജനിച്ച ആളാണ്. എനിക്കിപ്പോൾ പോയി എന്നാൽ ഈ സഭ ഉള്ളിൽ എന്നാൽ ലാറ്റ് സഭയിൽ ചേർന്നേക്കാം, അത് മിക്കവാറും സാധിക്കുന്ന കാര്യമല്ല. നല്ലതുമല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ പറഞ്ഞത് 2 കണ്ണും തുല്യമായ, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യമായിരിക്കുന്നത് പോലെ 4 സുവിശേഷം തുല്യമായിരിക്കുന്നത് പോലെയാണ് ഈ സഭകൾ തമ്മിൽ. അപ്പോൾ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് മാറുന്ന കഴിഞ്ഞാൽ പ്രസക്തിയില്ല. എനിക്കൊന്നും അങ്ങനെ സഭ കാര്യം തക്കതായ കാരണമില്ലെങ്കിൽ അനുവദിക്കുകയില്ല. പിന്നെ വിവാഹത്തിലൂടെയൊക്കെ അനുവദിക്കുന്നില്ല, അത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് കൊള്ളുകയില്ല എന്നായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും സഭയിൽ പാടില്ല. അപ്പം നമ്മൾ സ്നേഹിക്കേണ്ടത് കത്തോലിക്ക സഭയെയാണ്. നമ്മുടെ വ്യക്തിഗത സഭയുടെ വിശ്വാസ പാരമ്പര്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, സഭാത്മകമായ ഒരു ദർശനമുള്ളിൽ രൂപപ്പെടുത്തുക. അങ്ങനെ ഈശോയുടെ ആ തിരുഹൃദയത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ആശീർവാദം കൊടുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സഹോദരങ്ങളെ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വസിച്ചിരിക്കട്ടെ.